ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻഗൾഫിംഗ് പാറ്റേണുകളെക്കുറിച്ച് പരിചയപ്പെടാം. എൻഗൾഫിംഗ് പാറ്റേൺസ് രണ്ട് തരമുണ്ട്. ഒന്ന് ബുള്ളിഷും രണ്ടാമത്തത് ബിയറിഷും. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ അപ്പിയർ ആകുന്നത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ബോട്ടത്തിലായിരിക്കും. അതുപോലെ തന്നെ ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ അപ്പിയർ ആകുന്നത് ഒരു അപ് ട്രെൻഡിൻ്റെ ടോപ്പിലായിരിക്കും. എൻഗൾഫിംഗ് പാറ്റേൺസ് ഫോം ചെയ്യുന്നത് രണ്ട് ക്യാൻഡിലുകൾ ഉപയോഗിച്ചാണ്. നമ്മളിതിന് ഉപയോഗിക്കേണ്ടത് ഡെയിലി ചാർട്ടാണ്. അതായത് ഒരു ക്യാൻഡിൽ ഒരു ഡേയെ റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാൻഡിൽ സെക്കൻഡ് ഡേ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ക്യാൻഡിൽസിനെ ഡേ 1 എന്നും ഡേ 2 എന്നും വിളിക്കാം. അപ്പോൾ ഇതിൽ നോർമലി ബോഡീസാണ് കൺസിഡർ ചെയ്യുന്നത്. ഡേ 1ൻ്റെ ബോഡി ചെറുതും ഡേ 2വിൻ്റെ ബോഡി വലുതുമായിരിക്കും ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ. അതുപോലെ തന്നെ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ ഡേ 1ൻ്റെ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലായിരിക്കും. ഡേ 2വിലെ ക്യാൻഡിൽ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലായിരിക്കും. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ഒരു സുപ്രഭാതത്തിൽ ഗ്യാപ്പ് ഡൗൺ ആയി ഓപ്പൺ ആവുകയും പ്രൈസ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിലൊന്ന് ശകലം താഴേക്ക് പോകാം. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് മുകളിലേക്ക് പോകുന്ന ഒരു സിനാരിയോ അപ്പിയർ ആകുകയും ചെയ്താലും, അല്ല എങ്കിൽ മിഡിൽ ഓഫ് ദ ഡേയിൽ ഒരു റാലി, മുകളിലേക്ക് ഒരു റാലി അപ്പിയർ ആകുകയും ചെയ്താൽ അത് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിൻ്റെ തുടക്കമാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ടെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് ക്യാൻഡിൽസാണ്. ആ ക്യാൻഡിൽസ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ അത് ആ ഡൗൺ ട്രെൻഡിൻ്റെ ബോട്ടത്തിലായിരിക്കും ക്രിയേറ്റ് ആവുക. അപ്പോൾ ആ ഡൗൺ ട്രെൻഡിൻ്റെ ബോട്ടത്തിൽ ക്രിയേറ്റ് ആകുന്ന രണ്ട് ക്യാൻഡിൽസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്യാൻഡിൽ ഒരു റെഡിഷ് ക്യാൻഡിൽ ആയിരിക്കും. അതായത് കൺഫേം ആയിട്ടും ട്രെൻഡ് ഡൗൺ. ഈ ഡൗൺ പോകുന്ന സ്റ്റോക്കിന് ഒരു മറുവശം ഉണ്ടാവുമല്ലോ, അതെന്തായാലും തിരിച്ചു വരുമല്ലോ, തിരിച്ചു കയറുമല്ലോ. അപ്പോൾ അങ്ങനെ തിരിച്ചു കയറുന്ന ആ സ്പെഷ്യൽ ഡേ ആണ് ഈ ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ഫോം ആവുക. ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തന്നെ അതിൻ്റെ ബോഡി ആദ്യത്തെ ക്യാൻഡിലിൻ്റെ, അതായത് ഡേ 2 ക്യാൻഡിലിൻ്റെ ബോഡി ഡേ 1 ക്യാൻഡിലിൻ്റെ ബോഡിയെ ഫുള്ള് കവർ ചെയ്യും. അത് മാത്രമല്ല, ഒരുപക്ഷെ ഡേ 2 ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഗ്യാപ്പ് ഡൗണിലായിരിക്കും. അതായത് ഡേ 1ൻ്റെ ക്ലോസിങ് പ്രൈസിനെ കഴിഞ്ഞും താഴെയായിരിക്കും ഡേ 2വിൻ്റെ ഓപ്പണിങ് നോർമലായിട്ട്. അപ്പം താഴ്വശം ബോഡീനെ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുകളിലേക്ക് പോവുകയാണ്, പ്രൈസ് മുകളിലേക്ക് പോവുകയാണ്. കാരണം അവിടെ ബിയേഴ്സ് എല്ലാവരും നിന്നു, സെല്ലേഴ്സിൻ്റെ പ്രഷർ വളരെ കുറഞ്ഞു, സെല്ലിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു, പിന്നെ നടക്കുന്ന മൊത്തം ബൈയിങ് ആണ്. അപ്പോൾ ഈ ബയ്യേഴ്സ് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞ് ഒരുപക്ഷെ തലേ ദിവസത്തെ ഹൈ പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തേക്കാം. എനിവേ, ക്ലോസിംഗ് എന്ന് പറയുന്നത് ഡേ 2വിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഡേ 1ൻ്റെ ഓപ്പണിങ്ങിനെ കഴിഞ്ഞും മുകളിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഡേ 1ലെ ക്യാൻഡിലിൻ്റെ ബോഡിയെ ഫുള്ള് ഡേ 2വിൻ്റെ ക്യാൻഡിലിൻ്റെ ബോഡി കവർ ചെയ്യും. ഇങ്ങനെ ഫോം ആകുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് 2 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണാണ് ഈ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ബിയറിഷ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ നമുക്ക് എപ്പോൾ ട്രേഡ് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഡേ 1 ക്യാൻഡിൽ ഡൗൺ ആയി ഡേ 2വിൽ ഒരു പ്രൈസ് മുകളിലേക്ക് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാവുന്ന സമയം എന്ന് പറയുന്നത് ഡേ 2വിൻ്റെ ക്ലോസിംഗ് ടൈമിലാണ്. ക്ലോസിംഗ് ടൈം ആകുമ്പോൾ നമുക്ക് കൺഫേം ആയി ഓക്കെ, അത് ആ ഒരു ക്യാൻഡിൽ ബുള്ളിഷാണ്, നല്ലൊരു ബുള്ളിഷാണ്. മാത്രമല്ല, ഒരു പക്ഷേ ആ ക്യാൻഡിൽ തലേ ദിവസത്തെ ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തേക്കാം. അത് കൂടുതൽ കൺഫർമേഷനാണ് നമുക്ക് നൽകുന്നത്. അതായത് ഇനി വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയ ഒരു സൈനാണ് തരുന്നത്. തലേ ദിവസത്തെ ഹൈനെ ഓവർകം ചെയ്ത് പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ.
അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതിൻ്റെ അവസാന ക്ലോസിംഗ് ടൈമിൽ എൻട്രി എടുക്കാം. ചിലവർ അന്ന് എൻട്രി എടുക്കില്ല, അടുത്ത ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അടുത്ത ദിവസത്തെ ക്യാൻഡിൽ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെയിറ്റ് ചെയ്യും. അതിനൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് വരുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ടാവും സ്റ്റോക്ക്. ഈ സെല്ല് ചെയ്ത സ്റ്റോക്കെല്ലാം ഇവർക്ക് തിരിച്ച് വാങ്ങണമല്ലോ. അപ്പോൾ മുകളിൽ സെല്ല് ചെയ്ത ആൾക്കാർ പ്രത്യേകിച്ച് പ്രത്യേക ഒരു ഡേ വരുമ്പോൾ അതിൻ്റെ പ്രൈസ് ഉയരുന്ന കണ്ടിട്ട് ചിലപ്പോൾ സെല്ല് ചെയ്ത സ്റ്റോക്കുകളെല്ലാം തിരിച്ച് വാങ്ങി അവർ ഒരു ഷോർട്ട് കവറിങ് നടത്തിയേക്കാം. ഈ ഷോർട്ട് കവറിങ് കാരണമാണോ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉയരുന്നത് എന്ന ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക്, മൂന്നാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ദിവസത്തേക്ക് ചില ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ട്രേഡ് എടുക്കുന്നത് മൂന്നാമത്തെ ദിവസം ഓപ്പണിങ്ങിൽ ഒരിക്കലും ട്രേഡ് എടുക്കില്ല. പകരം മൂന്നാമത്തെ ദിവസത്തിൻ്റെ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കും. ആ ക്യാൻഡിൽ രണ്ടാമത്തെ ദിവസത്തെ ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തു പോയാൽ അവിടെ ബുള്ളിഷ് ട്രെൻഡാണ് എന്ന്, ട്രെൻഡ് റിവേഴ്സൽ, ബിയറിഷ് ട്രെൻഡ് റിവേഴ്സലായിട്ട് ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ട്രേഡിംഗ് മെത്തേഡ്. ഒന്നും കൂടെയും പറയാം. രണ്ടാമത്തെ ദിവസത്തെ ക്ലോസിങ്ങിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം, ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ അപ്പിയർ ആയി കഴിഞ്ഞ്. അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസത്തെ ക്യാൻഡിൽ രണ്ടാമത്തെ ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ അവിടെ ഒരു ബൈ സൈഡ് പോകാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ നോക്കാം. നമ്മൾ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് അത് പറഞ്ഞുവിടാം. ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ 2 ക്യാൻഡിൽസ്. ഡേ 1 ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും, സെക്കൻഡ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലായിരിക്കും. ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ മിക്കവാറും ഡേ 1 കഴിഞ്ഞ് ഡേ 2 സ്റ്റോക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആകുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിനെ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മേ ബി കുറച്ച് മുകളിലേക്ക് പോയേക്കാം. അങ്ങനെ പോയാലും ഇല്ലെങ്കിലും സ്റ്റോക്ക് പിന്നെ കണ്ടിന്യൂസ് താഴേക്ക് വരുന്ന ഒരു സിനാരിയാണ് നമ്മൾ കാണുന്നത്. ഡേ 1 ക്യാൻഡിലിൻ്റെ ഓപ്പണിനെയും ക്രോസ് ചെയ്ത് അതിലും താഴെ ഡേ 2 ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡേ 1 ക്യാൻഡിലിൻ്റെ ബോഡിയെ മുഴുവൻ ഡേ 2 ക്യാൻഡിലിൻ്റെ ബോഡി കവർ ചെയ്തു. ഇങ്ങനെ വരുന്ന ഒരു ഫോർമേഷനാണ് ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ഇത് വരുന്നത് ഒരു അപ് ട്രെൻഡിൻ്റെ ടോപ്പിലായിരിക്കും. അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഈ ഒരു ഫോർമേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം ട്രെൻഡ് റിവേഴ്സലാണ്. ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണും ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ തന്നെയാണ്. അപ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ട്രേഡ് എവിടെ എടുക്കണം എന്ന് നമുക്ക് നോക്കാം. ട്രേഡ് എടുക്കേണ്ടത് രണ്ടാമത്തെ ദിവസത്തെ ക്ലോസിംഗ് ഡേയിൽ നമുക്ക് എടുക്കാവുന്ന ട്രേഡ് സെൽ ട്രേഡിംഗ് ആണ്. ഒരു സെല്ലാണ് ആ സ്റ്റോക്കിൽ എടുക്കാൻ പറ്റുക. ഇവിടെയും ഒരുപാട് ബയ്യേഴ്സ് സ്റ്റോക്ക് ബൈ ചെയ്ത് പോകുന്നുണ്ട്. അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് മേ ബി ഡേ 2 ആരംഭിച്ച് അങ്ങനെ വലിയ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടും ഈ രണ്ടാമത്തെ ക്യാൻഡിൽ ഇങ്ങനെ ഒരു റെഡിഷ് ക്യാൻഡിൽ ആയേക്കാം. നോർമലി ട്രേഡ് എടുക്കുന്നത് രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ടൈമിലാണ് ട്രേഡ് എടുക്കുന്നത്. അല്ല എങ്കിൽ ചില ട്രേഡേഴ്സ് കൂടുതൽ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. അവർ മൂന്നാമത്തെ ക്യാൻഡിൽ ഫോം ആകാൻ നോക്കും. മൂന്നാമത്തെ ക്യാൻഡിൽ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അത് കൺഫേം ചെയ്യും. സെല്ലാണ്, നല്ല സെല്ലിംഗ് പ്രഷറാണ് എന്ന് കൺഫേം ചെയ്യുകയും അവിടെ ഒരു സെല്ല് എൻട്രി എടുക്കുകയും ചെയ്യും. 2 എൻഗൾഫിംഗ് പാറ്റേണുകളിലും ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ അല്ലാതെയും എൻഗൾഫിംഗ് പാറ്റേൺസ് രൂപപ്പെടാം. അങ്ങനെ വരുമ്പോൾ ഈ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ ഡേ 1 ക്ലോസിങ്, ഡേ 2 ഓപ്പണിങ്, ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ ഏകദേശം ഈക്വൽ ആയിരിക്കും. ഇതിലൊരു വ്യത്യാസം വരുമ്പോഴാണ് ബുള്ളിഷോ ബിയറിഷോ വരുന്നത്. ഡേ 1 ക്ലോസിങ്ങും ഡേ 2 ഓപ്പണിങ്ങും ഈക്വലായിട്ടും ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ രൂപപ്പെടാം. അതുപോലെ തന്നെ ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ
ഡേ 1 ക്ലോസിങ്ങും ഡേ 2 ഓപ്പണിങ്ങും ഈക്വൽ ആയിരിക്കും. ഹൈ ഫ്രണ്ട്സ്, ഇതിൻ്റെ കൂടെ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ആ പാറ്റേൺ പറയുന്ന കൂടെ പറയാതിരുന്ന ഒരു കാര്യമാണ്. അതായത് രണ്ട് പാറ്റേണിലും ബുള്ളിഷ് ഓർ ബിയറിഷ് ഏത് പാറ്റേൺ ആയിക്കോട്ടെ, പാറ്റേൺ രൂപപ്പെടുന്ന രണ്ടാമത്തെ ക്യാൻഡിൽ, വലിയ ക്യാൻഡിൽ, രണ്ടിലും രണ്ടാമത്തെ ദിവസത്തെ ക്യാൻഡിൽ വളരെ വലിയ ക്യാൻഡിലാണല്ലോ. അപ്പോൾ ആ ക്യാൻഡിൽ രൂപപ്പെടുന്ന സമയത്ത് വോളിയം ക്യാൻഡിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അതായത് അന്ന് വോളിയം സാധാരണ ദിവസങ്ങളിൽ ഉള്ള വോളിയത്തിനെ കഴിഞ്ഞും വളരെ കൂടുതലാണെങ്കിൽ, ഒരു ഹൈ വോളിയം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ അതിൽ ഏത് പാറ്റേൺ ആണോ ആ പാറ്റേണിൻ്റെ റിവേഴ്സൽ, അതായത് എൻഗൾഫിംഗ് പാറ്റേൺ അവിടെ കറക്റ്റായിട്ട് തന്നെ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. കറക്റ്റായിട്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ആ പാറ്റേണിൻ്റെ റിവേഴ്സൽ, ഇപ്പോൾ ബിയറിഷാണ് എങ്കിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ അവിടെ ഫോം ചെയ്യുന്നു, വോളിയം വളരെ കൂടുന്നു, നമുക്ക് ഉറപ്പിക്കാം ഓക്കെ ബുള്ളിഷ് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഒരു ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്, അപ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ രൂപപ്പെടുന്നു. അന്നത്തെ വോളിയം ക്യാൻഡിൽ നോക്കുക, വോളിയം വളരെ കൂടുതലാണ്, കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞൊക്കെ വളരെ കൂടുതലാണെങ്കിൽ നമുക്കവിടെ ഉറപ്പിക്കാം ഇവിടെ ഒരു ബിയറിഷ് ട്രെൻഡ് റിവേഴ്സലായി, ബുള്ളിഷ് റിവേഴ്സലായിട്ട് തിരിച്ച് ബിയറിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഉറപ്പിക്കാൻ ഈ വോളിയം ക്യാൻഡിൽ കൂടി നമ്മളെ സഹായിക്കും.